ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? എൻ്റെ ശബ്ദമൊക്കെ മാറി കേട്ടോ. കുറേ കാലത്തിന് ശേഷം ഒരു സുഖമായിട്ടുള്ള ഉറക്കം കഴിഞ്ഞതുപോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ ഇവർ വർത്താനം പറയുന്നതിനിടയിൽ ഒരു 11:30 ഞാൻ കിടന്നുറങ്ങി. ഇടയിൽ എപ്പോഴോ ഞാൻ ഇരുന്ന് വാഷ്റൂം യൂസ് ചെയ്തു. പിന്നെ ഞാൻ ഇപ്പോൾ രാവിലെ 8:15 കണ്ണുറക്കുന്നത്. ഒരു കിടില സ്ലീപ്പായിരുന്നു. കുറേ കാലത്തിന് ശേഷം ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ. അതുകൊണ്ടാണ് ശബ്ദമൊക്കെ മാറിയിരിക്കുന്നത് തോന്നുന്നു. രാവിലെ നീറ്റിട്ടുള്ള മറ്റേ സെക്സ്കി വോയിസ് ഇല്ലേ, അപ്പോൾ അടിപൊളി ഉറക്കമായിരുന്നു. മൊത്തത്തിലുള്ള കുറേ ക്ഷീണമൊക്കെ മാറിയ ഒരു ഫീല്. ഇന്ന് എന്തായാലും നമ്മുടെ സ്റ്റേക്കേഷൻ തീരുകയാണ്. അതൊരു ചെറിയ വിഷമമുള്ള കാര്യമാണ്. ഇന്ന് അൽക്കേനോടും വൈശാഖ് സാറിനോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ വളാഞ്ചേരിയിലോട്ട് പോവുകയാണ്. അവർ തിരിച്ചവരുടെ കാര്യങ്ങളിലോട്ടും കിടക്കുകയാണ്. അൽക്കൊന്ന് ജോലിക്ക് കയറുകയാണ്. വൈശാഖ് സാർ ഇന്ന് ഈവനിങ് തിരിച്ച് ബാംഗ്ലൂർ പോവുകയാണ്. അപ്പം അങ്ങനെ എല്ലാവരും ബാക്ക് ടു റുട്ടീൻ. ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമമുള്ള കാര്യമാണ് നമുക്കിങ്ങനെ തിരിച്ച് നമ്മുടെ കാര്യങ്ങളിലോട്ട് കയറാൻ. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ, ആ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ഈ സ്റ്റേക്കേഷൻ ഉണ്ടാവുന്നത്. അപ്പം അതൊരു പ്രചോദനമായി എടുത്ത് നമുക്കിന്ന് നമ്മുടെ മറ്റു കാര്യങ്ങളിലോട്ട് കിടക്കാം. ഒരു 3-4 ദിവസത്തിൽ നമ്മൾ തിരിച്ച് ആംസ്റ്റർഡാം നെതർലൻഡ്സിലോട്ട്, ഞാനിപ്പോൾ ആംസ്റ്റർഡാം നെതർലൻഡ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു 3-4 ദിവസത്തിൽ നമ്മൾ തിരിച്ച് ആംസ്റ്റർഡാമിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ രാവിലെ എണീറ്റു, ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽക്കിയും വൈശാഖ് സാർ അപ്പുറത്ത് എണീറ്റു എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു 8:30, 9 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇന്ന് നമുക്ക് 2 പേർക്കും വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ചെയ്ത് തീർക്കാനുണ്ട്. അതെന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ തുടർന്ന് നമുക്ക് പറയാം. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് മെല്ലെ ഇറങ്ങാൻ വേണ്ടി നോക്കട്ടെ. നമ്മുടെ വളകാപ്പിൻ്റെ മെഹന്തിയാണ് കേട്ടോ, ഇതുവരെ അത് പോയിട്ടില്ല. കുറഞ്ഞ് വരുന്നുണ്ട്. നമ്മളങ്ങനെ ഒഫീഷ്യലി 2nd ട്രൈമസ്റ്റർ കഴിഞ്ഞ് 3rd ട്രൈമസ്റ്ററിലോട്ട് കാലെടുത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഈ 3rd ട്രൈമസ്റ്ററിലോട്ടൊക്കെ കയറുമ്പോൾ ക്ഷീണവും കാര്യമൊക്കെ കുറച്ച് കൂടുതലായിരിക്കുന്നു. കേട്ടതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കുറച്ച് ക്ഷീണമൊക്കെ കുറച്ച് കൂടുതലുള്ളത് പോലെയാണ് തോന്നുന്നത്. തിരിച്ച് നാട്ടിലെത്തിയിട്ട് നമുക്കൊരു ചെറിയ സ്കാനിങ് ചെയ്യാനുണ്ട്. കാരണം പോകുന്നതിൻ്റെ മുന്നേ നമുക്കൊരു ട്രാവൽ ഫിറ്റ് സർട്ടിഫിക്കറ്റ് വേണം. അതിനുവേണ്ടി നമുക്കൊരു സ്കാനിങ്ങും കാര്യങ്ങളും ഇവിടുന്ന് ചെയ്തിട്ടാണ് തിരിച്ച് പോകാൻ വേണ്ടി പറ്റുള്ളൂ. എല്ലാവരും എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു കുളിക്കുകയാണ്. അൽക്കിയും വൈശാഖ് സാറും റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെറുതായി നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ച് നമുക്ക് ഡ്രസ്സ് ചെയ്ത് ഇറങ്ങാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവിടുന്ന് ഡയറക്റ്റ്ലി നമുക്ക് പോകേണ്ട സ്ഥലത്തോട്ട് പോകാമല്ലോ. നമ്മൾ ഇന്നലെ ഫോർട്ട് കൊച്ചി ചുമ്മാ കറങ്ങാൻ വേണ്ടി പോയില്ലേ വൈകുന്നേരം, അപ്പോൾ വാങ്ങിയ കുർത്തയായിരുന്നു കേട്ടോ. നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ പ്രോപ്പറായിട്ടൊരു കുർത്ത ഇട്ടിട്ടില്ല. അതുകൊണ്ടൊന്നും ഇടാമെന്ന് വിചാരിച്ച് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് റൂമൊക്കെ ഒന്ന് ബേസിക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇറങ്ങാം. വിഷ്ണു, അപ്പോൾ നമ്മൾ ഇറങ്ങട്ടെ. ലെറ്റ്സ് ഗോ. വിഷമമുണ്ടോടോ എന്നിവിടുന്ന് ഭയങ്കര രാവിലെ തൊട്ടാൽ സംസാരിക്കാൻ പോലും പറ്റുന്നു. അതെന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞതാ. കേറൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ പേരകം. നമ്മൾ നേരെ ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഓട്ടോ വിളിച്ചോ, നമ്മൾ വിളിച്ചിടോ. അങ്ങോട്ട് വരൂ, ഭക്ഷണം കിട്ടും അകത്ത്. അറിയില്ല തോന്നുന്നു. നാളെ പരീക്ഷ ഉണ്ടോ? കുറെ നേരം നിന്ന് വായിച്ച് ക്ഷീണിക്കണം. ഇരുന്ന് വായിക്കൂ. ബാക്കി ഓർഡർ ചെയ്തോ? നിങ്ങൾ എന്നോട് ചോദിച്ചില്ല. ഞാനൊരു വാട്ടർമെലൺ ജ്യൂസിൽ തുടങ്ങാം. കഴിക്കണ്ടാന്നല്ലേ? വാട്ടർമെലോൺ പറ്റില്ല. വെജിറ്റബിൾ ജ്യൂസോ? അത് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ കഴിക്കേണ്ടത്? ഇനി വിഷ്ണു പറഞ്ഞത് കേട്ടില്ല എന്ന് വേണ്ട, നമുക്ക് ABC ജ്യൂസിൽ തന്നെ തുടങ്ങാം. ആ ഗ്യാപ്പിൽ വിഷ്ണു പോയി ചെറുതായി സാമ്പാറൊക്കെ ഒന്ന് നിലത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. മോശം, വളരെ മോശം. അൽക്ക് ചെയ്തു പറഞ്ഞ വിശ്വസിക്കും. വിഷ്ണു അവിടെ പോയിട്ട് സാമ്പാർ എടുത്തപ്പോ കളഞ്ഞു, നിലത്ത് നശിപ്പിച്ചു സ്ഥലം. ഒരു കുറച്ച് സാമ്പാർ എടുക്കാൻ പോയതാ, പ്ലേറ്റ് നശിപ്പിച്ചു. ഞാനൊരു ആംപ്ലേറ്റ് വെച്ചിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം ഒരു ഊത്തപ്പം കൂടെ കഴിച്ചായിരുന്നേ. എനിക്ക് പ്രഗ്നൻസി തുടങ്ങിയതിന് ശേഷം ഈ ഉഴുന്ന് വരുന്ന കാര്യങ്ങൾ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസിഡിറ്റി കൂടുന്നു. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദോശയൊക്കെ ഞാനിപ്പോൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിക്കാതെ. എങ്ങനെ ഉണ്ടായിരുന്നു ഒരാഴ്ച എൻ്റെ ഒപ്പം? എനിക്ക് കുറേ ദിവസമായ പോലെ തോന്നുന്നു. ഞാൻ ലാസ്റ്റ് തേഴ്സ്ഡേ ആണ്
വളാഞ്ചേരിക്കുള്ള കുറ്റപ്പുറത്തേക്കുള്ള വണ്ടി കയറിയത്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് വല്ലാത്തൊരു കഥയായിരുന്നു. വല്ലാത്തൊരു കഥ തന്നെയാണ്. ഞാനത് കുറേ ദിവസമായപ്പോഴുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്തു. ഒരു ദിവസം പോലും വെറുതെ ഇരുന്നിട്ടില്ല. ഫുള്ള് ഇവിടെ നിന്ന് ഓടിച്ചു. വളാഞ്ചേരി, കോഴിക്കോട് എല്ലായിടത്തും ഓടാൻ പറ്റുന്ന എല്ലായിടത്തും ഇവിടെ നിന്ന് ഓടിച്ചിട്ടൊക്കെ. പക്ഷെ ഭയങ്കര രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, ഒരു റിലാക്സ് ടൈം. പണി പക്ഷെ രസമുള്ള പണികളായിരുന്നു. ഇനി നമ്മൾ കാണോ ബാംഗ്ലൂർന്ന്? നമ്മൾ കാണോ ബാംഗ്ലൂർന്ന്? കേരളത്തിലേക്ക് വരുന്നതിന് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് വരുന്നതിനേക്കാളും എളുപ്പം. ശരി, അവർക്ക് നല്ല ദൂരമുണ്ട്, 2-2.5 മണിക്കൂറുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് തിരിച്ചങ്ങോട്ടുള്ള രാത്രി 10 മണിക്കായിരുന്നു. പക്ഷെ അത് ക്യാൻസലായി. അപ്പോൾ നമുക്ക് 3 മണിക്കുള്ള ഫ്ലൈറ്റ് എടുക്കേണ്ടി വന്നു ബാംഗ്ലൂരിലോട്ട്. അപ്പോൾ നമ്മൾ 3:30 ബാംഗ്ലൂർ എത്തും. പിന്നെ നമുക്ക് ആംസ്റ്റർഡാമിലോട്ടുള്ള ഫ്ലൈറ്റ് എപ്പോഴാണ്? 1 മണി. അപ്പോൾ അത്രയും സമയം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ അക്ഷയുടെ വീട്ടിലോട്ട് പോകുന്ന വിചാരിക്കുന്നത്. ഇവർ സൗകര്യം ഉണ്ടെങ്കിൽ അവരുടെ മടുത്ത് വരാം. വരണ്ട, വീട്ടിലിരുന്നോളാം. എന്തോടെ വരണ്ട പറഞ്ഞു ഇവരെടുത്ത്? തിരിച്ചിങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട കേട്ടോ. നമ്മൾ ആംസ്റ്റർഡാമിൽ ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് എന്തായാലും പറഞ്ഞു. അക്ഷയുടെ അങ്ങോട്ട് പോയോ? ഞാൻ വരണ്ടാന്നൊന്നും അറിയില്ല, ഞാൻ വരാനേ പറയുള്ളൂ. അല്ല, എനിക്കത് കൺവിൻസ് ആണ്. ഞാൻ പയ്യൻ്റെ കാര്യം ഞാൻ ഏറ്റു. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ വൈറ്റില പോവുകയാണ് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കുമായിരുന്നു, എനിക്ക് ആക്ച്വലി ഇവരോട് ബായ് പറയുമ്പോൾ എനിക്ക് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എത്ര ഒട്ടും എക്സ്പ്രസീവ് അല്ലാത്ത ഒരാളാണ് ഞാനെന്ന്. അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ട് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. എനിക്കും എൻ്റെ വീട്ടുകാർക്കും അങ്ങനെ വലിയ എക്സ്പ്രഷൻസ് ഒന്നും മുഖത്ത് വരില്ല. നമ്മൾ നേരെ പോണത് വൈറ്റിലേക്കാണ് കേട്ടോ. നമുക്കിവിടെ ഒരു ചെറിയ പരിപാടിയുണ്ട്. ആര്യഭംഗി ബിൽഡേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവരുടെ ഒരു പുതിയ പ്രൊജക്റ്റ് വരുന്നുണ്ട് വൈറ്റില. അപ്പം അതൊന്ന് കാണാൻ വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. ബുക്ക് ചെയ്ത ലൊക്കേഷനിലെത്തി. പക്ഷെ നമുക്ക് സ്ഥലം മാറിപ്പോയി. നമുക്ക് ഇവിടുന്ന് ഒരു 10 മിനിറ്റും കൂടെ ഉണ്ട്. നമ്മൾ നോക്കി വന്നപ്പോൾ വേറൊരു ലൊക്കേഷനിലോട്ട് എത്തിപ്പോയേ. പക്ഷേ ഇവിടുന്ന് ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ട ലൊക്കേഷനുള്ളത്. സംഗതി എന്താണെന്ന് നമുക്ക് ഊബർ വരുന്നത് വരെ പറയാനുള്ള സമയമുണ്ട്. അവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കഴിഞ്ഞ 1-2 കൊല്ലമായിട്ട് നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, നാട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രോപ്പർട്ടി ഒന്ന് നോക്കണം എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സംഗതി ആവശ്യമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ചെറിയ എവിടെ എന്ത് നോക്കും എന്നുള്ളൊരു റിസർച്ചിലൊക്കെ ആയിരുന്നു. ബാംഗ്ലൂർ നോക്കുന്നുണ്ടായിരുന്നു നമ്മൾ. പിന്നെ അവിടെ ഇങ്ങനെ എന്താ പറയുക, മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരുമോ, എപ്പോഴും പോയി നോക്കാൻ ആളുണ്ടാവില്ലേ എന്നുള്ള കൺഫ്യൂഷനൊക്കെ വന്നതുകൊണ്ട് നമ്മൾ നാട്ടിൽ തന്നെ നോക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എറണാകുളത്ത് കൊച്ചി ഏരിയയിൽ എവിടെയെങ്കിലും നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് ചെറുത് നോക്കാം, 1 or 2 BHK. എപ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം മാറ്റി വെച്ചിട്ടുള്ളത്. പോകുന്നതിൻ്റെ മുന്നേ ആ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ലൊക്കേഷൻ മാറിയ സ്ഥിതിക്ക് ഇതെല്ലാം ലൊക്കേഷൻ നമുക്ക് അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് തീരുമാനമാക്കാം. റൈൻസ്റ്റോൺ ആര്യഭംഗിയുടെ തന്നെ പനമ്പള്ളി നഗറിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. പക്ഷേ ഇവിടെയല്ല നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുള്ളത്. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സെൻതാര എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ശരിക്കും പോകേണ്ടത് വൈറ്റ്ലയിൽ ഇവിടെ സെൻതാര എന്ന് പറയുന്ന പുതിയ പ്രോപ്പർട്ടിയിലോട്ടാണ്. ഇവിടെ അപ്പാർട്ട്മെന്റ്സിന്റെ എല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒപ്പം സെയിൽ അവർ തുടങ്ങിയിട്ടുമുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയപ്പോൾ കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യമായിരുന്നു, ഒട്ടുമിക്ക എല്ലാ പ്രോപ്പർട്ടീസിലും അവർ വർക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ ബുക്കിംഗ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് ചെയ്യണം. പക്ഷെ ആര്യഭംഗിയിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടും അട്രാക്റ്റീവായിട്ടും നമുക്ക് 2 പേർക്കും തോന്നിയ ഒരു കാര്യം, ഇവരുടെ കംപ്ലീറ്റ് ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ബിൽഡിംഗ് വന്ന് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഡിസിഷൻ എടുക്കാനുള്ളൊരു ഫ്രീഡം ഉണ്ട്. ഈ ഒരു പ്രോപ്പർട്ടിയിൽ 3 and 4 BHK ആണ് വരുന്നത്. ഇപ്പം ഞാനുള്ളത് ഒരു 4 BHKയിലാണ്. ഈ ഒരു അപ്പാർട്ട്മെന്റ് അവർ കംപ്ലീറ്റ്ലി ഫേർണിഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കസ്റ്റമേഴ്സിന് ഒരു ഡെമോ അപ്പാർട്ട്മെന്റ് ആയിട്ട്. നോർമലി സെമി ഫേർണിഷ്ഡ് അപ്പാർട്ട്മെന്റ് ആണ്. കിച്ചൺ സ്ലാബും ഒപ്പം ബാത്റൂം ഫിറ്റിംഗ്സും വരും. പക്ഷെ ഇനി അങ്ങനെയല്ല, നമുക്കൊരു റെഡി ടു മൂവ് ഇൻ ഒരു ഫുള്ളി ഫേർണിഷ്ഡ് അപ്പാർട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ ഡിസൈനർ ടീമിനെ എല്ലാം ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. ആര്യഭംഗി എന്നുള്ളൊരു ബ്രാൻഡ് നെയിം
നിങ്ങൾ ആക്ച്വലി കേട്ടിട്ടുണ്ടായിരിക്കും അവർ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട് ഡോർ ഇല്ലേ, ഡെക്കറേറ്റീവ് ഡോർസ്, അത് ചെയ്യുന്ന ഒരു ബ്രാൻഡായിട്ടാണ്. നമ്മുടെ ഒട്ടുമിക്ക കുറേ ഇന്ത്യൻ സെലിബ്രിറ്റീസിന്റെ വീട്ടിലെയും അപ്പാർട്ട്മെന്റിലും ഒക്കെ ഫ്രണ്ട് ഡോർ ചെയ്തിട്ടുള്ളത് ആര്യഭംഗിയാണ് കേട്ടോ. ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ട് ഡോറും ടീക്വുഡിലാണ് ചെയ്തിട്ടുള്ളത്. 25 years ഓഫ് വാറന്റിയാണ് അവർ ഫ്രണ്ട് ഡോറിന് കൊടുക്കുന്നത്. ഈ ഒരു പ്രൊജക്റ്റിൽ മൊത്തം 32 ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ലക്ഷൂറിയസ് ഫ്ലാറ്റ് ആണ് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ട് ഡോർസിന് 25 years ഓഫ് വാറന്റിയും ബാക്കി എല്ലാ ഡോർസിനും 10 years ഓഫ് വാറന്റിയാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഡോർസിനൊക്കെയാണ് നമ്മൾ 10 years വാറന്റി കേട്ടോ. അതെ അതെ, നമ്മുടെ ആര്യഭംഗിയുടെ സ്വന്തം ഡോറാണ്. നമ്മുടെ ഫ്രണ്ട് ഡോർ ആണെങ്കിൽ നമുക്ക് 25 വർഷത്തെ വാറന്റി ഉണ്ട്. ഇൻഡോർ ഡോർസിനൊക്കെ 10 വർഷമാണ്. പിന്നെ ഈ ഒരു അപ്പാർട്ട്മെന്റ് ഇവരുടെ ഒരു ഐഡിയയിൽ ഫർണിഷ് ചെയ്ത് വെച്ചതാണ്. ഇവിടെ ഒരു ബെഡ്റൂം കംപ്ലീറ്റ്ലി അവരൊരു TV റൂം പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സോഫ ബെഡൊക്കെ വെച്ച് ഒരു TV റൂം സെറ്റപ്പ്. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലി ഇൻട്രസ്റ്റ് ഉള്ള കാര്യം നമ്മുടെ കണ്ണിൽ ആദ്യം ഉടക്കുമല്ലോ. ഈ ഒരു അപ്പാർട്ട്മെന്റിന് മൊത്തം 3 ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഈ ഒരു ലിവിംഗ് റൂമിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെയും, പിന്നെ ഒന്ന് ബെഡ്റൂമെന്നും ഒന്ന് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമെന്നും വരുന്ന പോലെ. അങ്ങോട്ടുള്ള വ്യൂവും കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ ആയിട്ടില്ല. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ പണി നടക്കുകയാണ്, അതുകൊണ്ട് കുറേയൊക്കെ അവർ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ബാൽക്കണിയും അവർ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഫങ്ഷനിങ് ആക്കിയിട്ടില്ല. പിന്നെ ഒന്ന് മാറി ഒരു സെപ്പറേറ്റ് റൂം പോലെ തന്നെയാണ് ദേ ഇവിടെ കിച്ചൺ വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ്. നമ്മൾ ഇവരുടെ സെമി ഫേർണിഷ്ഡ് അപ്പാർട്ട്മെന്റ് എടുക്കുമ്പോൾ കിച്ചൺ സ്ലാബ് മാത്രമാണ് വരുള്ളൂ കേട്ടോ. ബാക്കി ക്യാബിനറ്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടപ്രകാരം നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു പോർഷൻ മാത്രമല്ല, ഇങ്ങോട്ട് ദേ ഈ കാണുന്ന എക്സ്റ്റൻഷനിൽ നമുക്ക് ഡിഷ് വാഷറോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ ഒക്കെ വെക്കാനുള്ള ഒരു ഏരിയ പോലെയാണ് അവർ ആ ഒരു പോർഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് കിച്ചണിൽ ഓരോരുത്തരുടെയും റിക്വയർമെന്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എത്ര സ്റ്റോറേജ് ഉണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ തികയാതെയായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഇവിടെ ക്യാബിനറ്റ്സും കാര്യങ്ങളും ഡിസൈൻ ചെയ്തെടുക്കാം. എന്തെങ്കിലും സജഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റീരിയർ ടീം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മാറ്റാം, കസ്റ്റമറിന്റെ ഐഡിയ പോലെ നമുക്കത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. നമ്മളിപ്പോൾ ജസ്റ്റ് സ്ലാബ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം കസ്റ്റമേഴ്സ് ആണ്. അതെ അതെ, അപ്പോൾ എന്ത് പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ കസ്റ്റമർ ആയിരിക്കും. പിന്നെ നേരത്തെ കണ്ട TV റൂം ഇൻക്ലൂഡിങ് ഇവിടെ 4 ബെഡ്റൂമാണ് വരുന്നത്. ഇത് സെക്കൻഡ് ബെഡ്റൂമാണ്. ഇവിടെ എല്ലാ ബെഡ്റൂമിലും എനിക്ക് ഒരേപോലെ നന്നായി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയോ? എല്ലാ റൂമിലും വാർഡ്രോബിന് വേണ്ടി ഒരു സെപ്പറേറ്റ് സ്ഥലം അവർ വാളിൻ്റെ അകത്തോട്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മുടെ വാർഡ്രോബ് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ല. ഇത് നമ്മളൊക്കെ ഫ്യൂച്ചറിൽ വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ചെയ്യുമ്പോൾ നമുക്കൊക്കെ മനസ്സിൽ വെക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. ഇതാണ് ഈ അപ്പാർട്ട്മെന്റിലെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഈ ഒരു റൂമിൽ നോക്കി നോക്കൂ, വാർഡ്രോബിന് വേണ്ടി ഒരു സെപ്പറേറ്റ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടുന്ന് നമുക്കൊരു ബാൽക്കണി ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സെയിം ബാൽക്കണി തന്നെയാണ് നമുക്ക് അപ്പുറത്ത് വരുന്ന നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമൊന്നും ആക്സസ് ചെയ്യാനായിട്ട് പറ്റുക. ഇവിടെ സ്റ്റിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ബാൽക്കണിയും കാര്യങ്ങളും ഒന്നും കംപ്ലീറ്റ്ലി ഫങ്ഷനിങ് ആയിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എല്ലാ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ ബാത്റൂമിൽ വരുന്ന സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം ജർമ്മൻ ബ്രാൻഡ് ഹാൻസ് ഗോഹയുടെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിനോട് അഡ്ജസൻ്റ് ആയിട്ട് തന്നെയാണ് ഗസ്റ്റ് ബെഡ്റൂം വരുന്നത്. സെയിം ബാൽക്കണി നമുക്ക് ആക്സസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ. ഇവിടെ കയറി വന്ന ഉടനെ തന്നെയാണ് അവർ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. ഒട്ടും തന്നെ സ്പേസ് പുറത്തോട്ട് നിൽക്കാത്ത രീതിയിൽ. ഇവിടെ ഇന്റീരിയേഴ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ തന്നെ ആദ്യം ശ്രദ്ധിച്ചത് ഇവിടെ വെച്ചിട്ടുള്ള പെയിന്റിംഗ് ആയിരുന്നു കേട്ടോ. എല്ലാ പെയിന്റിങ്ങും എനിക്ക് ഒന്നിനൊന്നിനേക്കാളും ഇഷ്ടപ്പെട്ടു. ഞാൻ പോകുമ്പോൾ 1-2 ഈ ഒരു വാങ്ങിച്ച സെയിം ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടോണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പാർട്ട്മെന്റ് മുഴുവൻ നമ്മൾ കണ്ടു. നല്ല അടിപൊളി അപ്പാർട്ട്മെന്റ് ആണ്. 2 പേർക്കും ഇഷ്ടപ്പെട്ടു. ലൊക്കേഷൻ വെച്ചിട്ടും അമ്യൂണിറ്റീസ് വെച്ചിട്ടും എല്ലാ കാര്യത്തിലും അടിപൊളിയാണ്. പക്ഷേ ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്ക് 2 പേർക്കും ഇരുന്ന് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഫിനാൻഷ്യലി നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമല്ലേ എന്നുള്ള ഒരു വലിയ തീരുമാനം എടുക്കാനായിട്ട് പറ്റുള്ളൂ.
ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും മുകളിലോട്ടൊന്നും നമുക്ക് ലിഫ്റ്റ് ഒന്നും റെഡി ആയിട്ടില്ല. ഞാൻ മുകളിലോട്ട് പോയില്ല. വിഷ്ണു മുകളിലൊക്കെ ഒന്ന് പോയി നമ്മുടെ 3 BHKയുടെ ഒരു അപ്പാർട്ട്മെൻറ്റും കൂടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ഫേർണിഷ് ചെയ്ത് വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സ്ട്രക്ചർ മാത്രമല്ല, ഈ ഒരു ലൊക്കേഷനും ഒപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എമ്യൂണിറ്റീസും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി എമ്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24/7 സെക്യൂരിറ്റി, CCTV, ബയോമെട്രിക് എൻട്രി, എയർ കണ്ടീഷൻഡ് ഹെൽത്ത് ക്ലബ്, കിഡ്സ് പ്ലേ ഏരിയ, റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂൾ, പിന്നെ EV ചാർജ് സ്റ്റേഷൻസ്. ഇത്രയും എമ്യൂണിറ്റീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ വർക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ 1 month ഇവിടെ കംപ്ലീറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇവർ ഈ ഒരു കംപ്ലീറ്റ് അപ്പാർട്ട്മെന്റ്സ് സെൽ ചെയ്യാൻ തുടങ്ങുകയാണ്. പ്രൊജക്ട് ഫേസ് ചെയ്യുന്നത് വൈറ്റ്ല തൃപ്പൂണിത്തറ റോഡിലോട്ടാണ്. പിന്നെ ബാക്ക് സൈഡിലാണ് NH66 വരുന്നത് ടുവേർഡ്സ് ആലപ്പുഴ. ഒരു 200 മീറ്റർ ദൂരത്തിലാണ് തായ്ക്കുടം മെട്രോ സ്റ്റേഷൻ വരുന്നത്. പിന്നെ വൈറ്റ്ല ഹബ്ബും ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. പിന്നെ നമ്മൾ യൂഷ്വലി ചെക്ക് ചെയ്യുക അടുത്തുള്ള ഹോസ്പിറ്റലും അതേപോലെ തന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും ആണല്ലോ. ഫോറം മോളും പിന്നെ അതേപോലെ തന്നെ ലേക്ക് ഷോർ ഹോസ്പിറ്റലുമാണ് ഏറ്റവും അടുത്ത് വരുന്നത്. അങ്ങനെ തൽക്കാലം നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, നമ്മൾ ഇറങ്ങുകയാണ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ആര്യഭംഗിനെ പറ്റി കേട്ട് നമ്മളൊരു എൻക്വയറി ഇമെയിൽ അയച്ചു കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം നടക്കുന്നത്. ആര്യഭംഗി ബിൽഡേഴ്സിന്റെ പ്രോപ്പർട്ടി എല്ലാം കേട്ട് നമ്മളൊരു എൻക്വയറി ഇമെയിൽ അയച്ചു കഴിഞ്ഞപ്പോഴാണ് തിരിച്ച് ദീപ ചേച്ചി നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടതാണോ ദീപ ചേച്ചി? ആര്യഭംഗി ബിൽഡേഴ്സിൻ്റെ ഓണറാണ്. നമ്മുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് വളരെയധികം സന്തോഷം തന്നൊരു കാര്യമായിരുന്നേ അത്. ജസ്റ്റ് വീഡിയോ കാണുന്നത് മാത്രം കൊണ്ടുള്ളൊരു സന്തോഷമായിരുന്നില്ല കേട്ടോ അത്. നാട്ടിൽ വരുന്ന സമയത്താണ് നിങ്ങൾ എത്രത്തോളമാണ് വീഡിയോയിൽ കൂടെ എന്നെ മനസ്സിലാക്കുന്നതെന്നും എത്രത്തോളം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുള്ളതും എനിക്ക് നേരിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ ചെറിയ വലിയ മൊമെൻറ്റ്സും എനിക്ക് വലിയ കാര്യം തന്നെയാണ്. ദീപ ചേച്ചിനെ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഇത്തവണ നാട്ടിൽ വന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാനായിട്ട് പറ്റി. നിങ്ങളുടെയൊക്കെ സ്നേഹം നേരിട്ട് അറിയാനായിട്ട് പറ്റി. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ ദീപ ചേച്ചിയുടെ ലഞ്ച് കഴിക്കാൻ വന്നപ്പോഴും നമ്മൾ ചെറുതായിട്ട് 2 പേരും സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നേ. കാരണം വീഡിയോയിൽ കൂടെ ചേച്ചി കണ്ടു മനസ്സിലാക്കി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിലായിരുന്നു ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിഷ്ണുവിന് വേണ്ടി മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടിയത് ഫിഷ് ഫ്രൈയും പ്രോൺസ് ഫ്രൈയും പിന്നെ ചിക്കൻ 65 ഉണ്ടായിരുന്നു. ഇത് ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. ഞാൻ ചട്ടിപ്പത്തിരി ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും അതിൽ പ്രോൺസിൻ്റെ ഫില്ലിംഗ് വരുന്ന ചട്ടിപ്പത്തിരി ആദ്യമായിട്ടാണ് കഴിക്കണം. അപ്പോൾ ഓരോ ഇഷ്ടങ്ങൾ വരെ വീഡിയോയിൽ കൂടെ ഇങ്ങനെ ചേച്ചി മനസ്സിലാക്കിയതിൽ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ല അടിപൊളി ഒരു ഡെസേർട്ടും കൂടെ കഴിച്ച് നമ്മൾ ലഞ്ച് അവസാനിപ്പിച്ചു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഡെസേർട്ട് മുഴുവൻ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയില്ല, കാരണം വയറ് അത്രയും ഫുള്ളായിരുന്നു. പിന്നെ ഇവരുടെ വീട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഓരോ കോർണറും അത്ര ഭംഗിയുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ദീപചേച്ചിയുടെ കൺസെൻറ്റോട് കൂടെ തന്നെയാണ് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ വീടിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വീടിൻ്റെ ഇൻറ്റീരിയറും കുറച്ച് ഞാൻ വീഡിയോ എടുത്തായിരുന്നേ. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നി ഞാൻ അങ്ങനെ ഒരാളുടെ പേഴ്സണൽ സ്പേസ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊന്നും അത്ര ആക്റ്റീവ് അല്ലാത്ത ഒരാളുടെ പേഴ്സണൽ സ്പേസ് ഞാൻ അങ്ങനെ കാണിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മളെല്ലാവരും വർത്താനം പറഞ്ഞ് ചേച്ചി എനിക്കൊരു നല്ല ഹാമ്പറും ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ നാട്ടിൽ വന്നിട്ട് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള കുറേ ഹാമ്പേഴ്സാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്തായാലും ഞാൻ കൊണ്ടുപോകും എൻ്റെ ഒപ്പം. ഈ ഗിഫ്റ്റെല്ലാം ഇത്രയും അടിപൊളിയായിട്ട് ഒരു ഹാമ്പറിൽ അറേഞ്ച് ചെയ്ത് വെക്കലൊരു സ്കിൽ തന്നെയാണ്. ദീപ ചേച്ചി ട്വൈൻ ആൻഡ് ടാസിൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഇത് ചെയ്യിച്ചെടുത്തത്. ട്രെയിൻ 1/2 മണിക്കൂർ ലേറ്റാണ്. നമ്മൾ ജനശതാബ്ദിയെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. വന്ദേ ഭാരതിലൊന്ന് കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ ലേറ്റ് ആയിട്ടുള്ള പ്ലാനിങ് കാരണം നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. പക്ഷേ ജനശതാബ്ദി ഇപ്പോൾ 1/2 മണിക്കൂർ ലേറ്റ് ആയത് കാരണം നമ്മൾ ഇപ്പം ഇറങ്ങുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഇന്നത്തോടു കൂടെ നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇന്ന് വളാഞ്ചേരി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നാളെ 1-2 ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ആംസ്റ്റർഡാമിൽ പോവുകയാണ്. പിന്നെ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടുത്തെ ആയിരിക്കും. അതേപോലെ തന്നെ അടുത്ത വ്ളോഗും നമ്മുടെ അധികം തിരിച്ചുള്ളൊരു പോക്കായിരിക്കും. ഇത്തവണ ഞാൻ വ്ളോഗ് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയി, കാരണം ഞാൻ കുറച്ചധികം ടയർഡായി പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. ജനശതാബ്ദി വളരെ നല്ലൊരു ചോയ്സ് ആയിരുന്നു കേട്ടോ. കാരണം ഏകദേശം ഒരു 2-3 മണിക്കൂറിൽ നമ്മൾ തിരൂർ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലോക്കും റോഡിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി വളരെയധികം സമാധാനത്തിൽ നമ്മൾ തിരൂരെത്തി. ഇവിടെ അച്ഛൻ പിക്ക് ചെയ്യാൻ വരും കേട്ടോ. തിരൂരിൽ നിന്ന് പിന്നെയും ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ട് എൻ്റെ വീട്ടിലോട്ട്. പക്ഷെ ആ ഒരു വഴി അത്ര വലിയ ബുദ്ധിമുട്ടുള്ള വഴിയല്ല കേട്ടോ. പിന്നെ അധികം ബ്ലോക്കും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്ക് സമയം നല്ലോണം രാത്രിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിന്നർ പുറത്തുനിന്ന് കഴിച്ചില്ല, കാരണം ഇത്രയും ദിവസം നമ്മൾ പുറത്തുനിന്നാവുകൊണ്ട് വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു കൊതി. അപ്പോൾ അടുത്തത് നമ്മുടെ ട്രാവൽ വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.